ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതിന്റെ അർത്ഥവും പര്യായപദവും പിന്നെന്തൊക്കെയാ പറഞ്ഞത്? നാലാമത്തെ പാഠത്തിന്റെ എല്ലാവരും എടുത്ത് നോക്കുന്നുണ്ടോ ടെക്സ്റ്റ് ബുക്കൊക്കെ? അർത്ഥവും പര്യായപദവും. ഓക്കെ, അർത്ഥവും പര്യായപദവും പറഞ്ഞു അല്ലെ. നെക്സ്റ്റ് ചേർത്ത് എഴുതുക എന്നുള്ളത് പറഞ്ഞോ? പൂക്കുന്നു. നെക്സ്റ്റ് ഓൾ ഓഫ് യു ലിസൺ ഹിയർ. ടേക്ക് എ മലയാളം ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ഇംഗ്ലീഷ്. മലയാളം എടുക്കണേ. അപ്പൊ ചേർത്ത് എഴുതുക എന്നുള്ള, അതായത് പേജ് നമ്പർ 70 ചേർത്ത് എഴുതുക. നോട്ട്ബുക്ക് എടുക്ക്, എടുത്തിട്ട് എഴുതിക്കോ ക്ലാസ് ടൈമിൽ തന്നെ. എല്ലാ കുട്ടികളും നോട്ട് എഴുതുന്നില്ലയോ എന്നുള്ളൊരു ഡൗട്ട് നമുക്കുണ്ട്, അതുകൊണ്ട് ക്ലാസ് ടൈമിൽ തന്നെ എഴുതിക്കുന്നത്. ഓക്കെ, എഴുതാൻ പറ്റില്ലേ? പക്ഷെ എഴുതിയിരിക്കണേ. റഫ് ബുക്കിൽ എഴുതിയെടുക്കുക മിസ് പറയുന്നത്. ഇപ്പൊ എന്റെ പിന്നാലെ ക്ലിയർലി ടെക്സ്റ്റ് നോട്ട്ബുക്ക് എഴുതും. എല്ലാവരും ഇങ്ങനെ വെറുതെ സംസാരിക്കുകയാണെങ്കിൽ മിസ് എല്ലാവരും മ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് അനാവശ്യമായി സംസാരിക്കരുത്. ആവശ്യമുള്ള സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാം. മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്തു. ഓ മിസ് ഏതൊക്കെയാ നോട്ട് ബുക്കിലോട്ട് എഴുതണ്ടേ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാലാമത്തെ പാഠത്തിന്റെ ഏത് അർത്ഥാണ് എഴുതിയത്. അർത്ഥം എഴുതുകാന്ന് എഴുതിയിട്ട് പാഠം 4 പോകല്ല പൂക്കാലമേ നീന്ന് ഹെഡിങ് എഴുതി. അത് കഴിഞ്ഞ് താഴെ അർത്ഥം എഴുതുകാന്ന് എഴുതി. എന്തൊക്കെ എഴുതി? വായിക്കുക, വർദ്ധിക്കുക, പുഷ്പഗന്ധം, പൂമണം, കോകിലങ്ങൾ, കുയിലുകൾ, ചന്തം, ഭംഗി, ധര, ഭൂമി, നാഗം, സ്വർഗം, വസന്തം, പൂക്കാലം, ഈശ്വരൻ, ഈശ്വരൻ അല്ലെ? ഇത്രയും. പിന്നെ ഈ പര്യായ പദം എഴുതുക. ആരൊക്കെയോ സൗണ്ട് വെറുതെ വരുന്നുണ്ട്. ഓക്കെ, എന്റെ പര്യായ പദം എന്ത് എഴുതി? മുല്ല, മല്ലിക, മാലതി, വാസന്തി അല്ലെ? കോകിലം, പരഭൂതം, കുയിൽ, പികം. നെക്സ്റ്റ് ധര, ധരിണി, ധരിത്രി, ചോണി. പൂങ്കാവ്, പൂന്തോട്ടം, പുഷ്പവാടി. വസന്തം, പൂക്കാലം, മാധവം. ഇത്രയും നമ്മൾ അർത്ഥം എഴുതിയില്ലേ? ആത്മയ ഓക്കെ, ആത്മേരെ പേര് പിടിച്ചോട്ടോ. യെസ്. പിന്നെ മിസ്, ഞാൻ 3rd ലെസണിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയില്ലേ? അപ്പൊ മിസ് പറഞ്ഞില്ലേ മിസ് എഴുതിയതുപോലെ തന്നെ ആയിരിക്കണം. അത് നോക്കാൻ മിസ് അയച്ചു തന്ന എന്റെ ഗ്രൂപ്പിലില്ല. മിസ് ഒന്നും കൂടെ ഒന്ന് അയച്ചു തരുമോ? ഇനി വീണ്ടും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ കൂടെ പഠിക്കുന്ന ആരുടെയെങ്കിലും സെൻഡ് ചെയ്ത് തരാൻ പറയണം കേട്ടോ. ഹന്ന റോസ് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കും മോളെ ഏഞ്ചലിന്. ഇനി ഈ എക്സ്ക്യൂസ് പറ്റില്ല, ഓൺ ടൈമിൽ നിങ്ങൾ എഴുതിയിരിക്കണം. കാരണം നമ്മളെ അതെ അല്ലേ? എന്നാ അത് മതി, കുഴപ്പമില്ല. 3ാമത്തെ പാഠത്തിന് നീ എഴുതിയത് മതി. ഓക്കെ, അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് ചെയ്യണം? നമ്മള് എഴുതി സെൻഡ് ചെയ്യുന്ന ദിവസം തന്നെ നിങ്ങൾ എഴുതിയെടുക്കാൻ ശ്രമിക്കണം. പറ്റുന്നത്ര എല്ലാ കുട്ടികളും അന്ന് തന്നെ എഴുതണം. ഓക്കെ, എന്നാലല്ലേ നമുക്കത് എഴുതി അന്ന് തന്നെ മൊബൈലിൽ നിന്ന് എന്ത് ചെയ്യണം? നിങ്ങൾ സെൻഡ് ചെയ്ത സമയത്ത് തന്നെ ആ ഗ്രൂപ്പ് നിങ്ങളത് എഴുതി സൂക്ഷിക്കണം. ചിലപ്പോ അമ്മമാർ അത് ഹാങ് ആവുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ക്ലിയർ ചാറ്റ് ചെയ്യും അല്ലെ? ഒരുപാട് വരുമ്പോ നമ്മളെ ഫോൺ എന്ത് ചെയ്യും? ഹാങ് ആവും. അതുകൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ ക്ലിയർ ചാറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോ അമ്മ വിചാരിക്കും മക്കൾ ഇത് എഴുതിയെന്ന്. അതുകൊണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളത് എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണം. ഓക്കെ, കുറച്ചല്ലേ ഉള്ളൂ മക്കളെ, അന്നേരം തന്നെ നിങ്ങൾ എഴുതിയാൽ പോരെ. 2 ക്ലാസ് അല്ലേ നിങ്ങൾക്ക് ദിവസം ഉള്ളൂ. ഇപ്പൊ ഇനി ഒരു ദിവസം മലയാളം കഴിഞ്ഞാൽ അടുത്ത എത്ര ദിവസം കഴിഞ്ഞാ മലയാളം പിന്നെ വരുന്നത് അല്ലേ? ഒരാഴ്ചയിൽ 2 ദിവസമല്ലേ മലയാളം ഉള്ളൂ. അതുപോലെ 2 ദിവസം ഇംഗ്ലീഷ് ഉള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ള വിഷയങ്ങളും ഒക്കെ നമുക്ക് 2 ദിവസമല്ലേ ഉള്ളൂ അല്ലേ? നിങ്ങൾക്ക് വിചാരിച്ചാൽ അത് ഈസി ആയിട്ട് എഴുതിയെടുക്കാം അല്ലേ?
അതുകൊണ്ട് എന്ത് ചെയ്യണം, എല്ലാവരും അന്ന് തന്നെ എഴുതിയെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ഇത് എഴുതിയെടുക്കുന്നില്ല, ഇതിലെ ഡൗട്ട് കൊണ്ടാണ് ഞാനിപ്പോ ക്ലാസ്സിൽ തന്നെ ഈ അർത്ഥം എഴുതാൻ പറഞ്ഞത്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ നെക്സ്റ്റ് ചേർത്ത് എഴുതുക. എന്താ നമ്മള് പര്യായപദം എഴുതി കഴിഞ്ഞാൽ ചേർത്ത് എഴുതുക. ടെക്സ്റ്റ് എടുത്തോ? ടെക്സ്റ്റ് നോട്ടും എടുത്ത് വെക്ക് ഫ്രണ്ടില്. ചേർത്ത് എഴുതുക. പൂക്കുന്നു പ്ലസ് ഇതാ. പൂക്കുന്നു എന്നിട്ട് ഇതില് പ്ലസ് ചിഹ്നം ഇല്ല, നിങ്ങൾ അത് ഇടണം. പൂക്കുന്നു പ്ലസ് ഇതാ. എന്താ? ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക. പൂക്കുന്നിതാ അല്ലേ? നെക്സ്റ്റ് അടുത്തത് എഴുതിയോ? പൂക്കുന്നു പ്ലസ് ഇതാ. പൂക്കുന്നിതാ. ഷിസ എഴുതിയേ? എഴുതിയോ? ഷഹബാസും? ഓക്കെ. നിങ്ങൾ രണ്ടുപേരിലൂടെ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുന്നത്, കാരണം നിങ്ങൾ സംസാരിച്ചിരിക്കരുത്, എഴുതണം. അപ്പൊ പൂക്കുന്നു പ്ലസ് ഇതാ. പൂക്കുന്നിതാ. നെക്സ്റ്റോ രണ്ടാമത്തെ ഏതാ? ഉല്ലാസം പ്ലസ് ഈ. ഉല്ലാസമി. മുഹമ്മദ് എഴുതി കഴിഞ്ഞ? മുഹമ്മദേ എഴുതുന്നില്ലേ ഇപ്പോ? മിസ് എയിലേക്ക് എഴുതണ്ട്? നോട്ട്ബുക്കിലേക്ക് എഴുതണം. ടെക്സ്റ്റിലും അത് പിന്നീട് നിങ്ങൾ പൂർത്തിയാക്കിയാൽ മതി. ഇപ്പൊ നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുത്. എന്താ എഴുതേണ്ടത്? പൂക്കുന്നു പ്ലസ് ഇതാ. അതിൽ തന്നെ ഉണ്ട് ടെക്സ്റ്റില്. പൂക്കുന്നിതാ. നെക്സ്റ്റ് താഴത്തെ എന്താ? ഉല്ലാസം പ്ലസ് ഈ. ഉല്ലാസമീ. മാ എഴുതിയിട്ട് ഈച്ചിനിടണം. ഈച്ചിനിടണം. ഉല്ലാസമീ. എഴുതിയോ? ഷെയർ ചെയ്യോ? സ്ക്രീൻ ഷെയർ സ്ക്രീൻ ഷെയർ ചെയ്യാതെ നിങ്ങൾക്ക് അത് എഴുതാൻ അറിയില്ലേ? അറിയാ, ചിലപ്പോ അക്ഷരം തെറ്റിപ്പോയാല്. അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല, അതിൽ തന്നെ എഴുതിയാൽ മതി. സ്ക്രീൻ ഷെയർ ചെയ്യാൻ മലയാളം പിയിലേക്ക് പോകണം ഞാൻ. നമ്മളത് ഇംഗ്ലീഷ് അല്ലല്ലോ, മലയാളം അല്ലേ. വാട്സപ്പ് ഓർക്കണം. അത് കഴിഞ്ഞ് ഞാൻ എഴുത്തുപകരണങ്ങൾ എടുത്തിട്ടുള്ള നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരണം. നിങ്ങൾക്ക് എഴുതാൻ അറിയില്ലെങ്കിൽ അടുത്ത ക്ലാസ് മുതൽ സ്ക്രീൻ ഷെയർ ഞാൻ ആദ്യം സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്തു തരാം കേട്ടോ. ഉല്ലാസമീൻ എഴുതാൻ അറിയില്ലേ മക്കളെ? നിങ്ങൾക്ക് ഉല്ലാസ ഉല്ലാസ എന്നിട്ട് മാ എഴുതിട്ട് ഈ ചിഹ്നം. ഉല്ലാസമീ. എഴുതി. ഓക്കെ, കറക്റ്റ് ജോസി. ഉല്ലാസമീ. ഇതെല്ലാം സിമ്പിൾ അല്ലേ? ഇനി ഏതാ? പാടി പ്ലസ് പറന്ന്. എന്താണ്? പാടി പറന്ന്. ഇപ്പ വരും. പാടി പ്ലസ് പറന്ന് എന്താ? പാടി പറന്ന്. ഓക്കെ. നെക്സ്റ്റ് പാടി പ്ലസ് പറന്ന് എഴുതിയേ? ധരാധരണി. പൂക്കുന്നു പ്ലസ് പൂക്കുന്നിതാ. ഉല്ലാസം ഈ. ഉല്ലാസമീ. കറക്റ്റ് ആണ് ഷിസ. ഒന്നുകൂടി കാണിച്ചേ. അടുത്തത് പാടി പ്ലസ് പറന്ന്. പാടി പറന്ന്. ഇപ്പ വരും. നമുക്കിത് ചെയ്യണം, ഒരുപാട് പണിയാണ്. പാടി പ്ലസ് പറന്ന് എഴുതിയാ? പാടി പറന്ന്. എഴുതിയോ? കിട്ടിയോ? പാടി പറന്നത്. പാടി പറന്ന്.
നേരത്തെ എഴുതി വെച്ച് ചെയ്യണം മക്കളെ, എന്നാലേ കിട്ടുന്നു. പറ്റില്ല. അപ്പൊ പാടി പറഞ്ഞത് ഏതാ നിങ്ങൾക്ക് അറിയോ? ആരാ വരക്കുന്നത്? പാടി ഇപ്പ എഴുതണേ. പാടി പറന്ന്, പാടി പ്ലസ് ഇപ്പ എഴുതണം. പാടി പറന്ന്. ഓക്കെ. ആ കറക്റ്റ് ഷിസ. എല്ലാരും എഴുതുന്ന കറക്റ്റ് ആണല്ലോ. നെക്സ്റ്റ് പാടി പറന്ന്. ഓക്കെ. ജോസി എഴുതി ദിക്കോർത്ത് എഴുതി. ഇനി ദിക്ക് പ്ലസ് ഓർത്ത് ഹൈഫ് വേണ്ടിട്ട് ദിക്കോർത്ത് എഴുതി. എങ്ങനെ എഴുതണം? ദിക്കോർത്ത് എഴുതിയോ? ഓക്കെ. ദിക്കോർത്ത് കറക്റ്റ്. അതിലെ എഡ്വിൻ ഓക്കെ കറക്റ്റ്. ദിക്കോർത്ത്. മുഹമ്മദ് എഴുതുന്നുണ്ടല്ലോ. ഇനി അടുത്ത പൂക്കാലം പോലെ വരുന്ന മറ്റു കാലങ്ങൾ ഓർമ്മിച്ചെഴുതാമെന്നുണ്ട് അല്ലേ? എന്താണത്? പൂക്കാലം, മഞ്ഞുകാലം, പിന്നെ എന്തൊക്കെ കാലമുണ്ട്? ആ പറഞ്ഞു എഡ്വിൻ. എന്തൊക്കെ കാലമുണ്ട്? മഴക്കാലം, മഴക്കാലം, വസന്തകാലം. വസന്തകാലം അല്ലെ? ഓക്കെ വസന്തകാലം. പിന്നെയോ ശരത്കാലം, ശിശിരകാലം, എന്തൊക്കെയോ എഴുതാം. ഓക്കെ എഴുതിക്കോ. പൂക്കാലം, ദിക്കോർത്ത്. ദിക്കോർത്ത് കറക്റ്റ് അല്ല. ഇപ്പൊ എഴുതി കാണിക്കുന്ന ആരാ? ഷിസ. ദിക്ക് പ്ലസ് ഓർത്ത് ദിക്കോർത്ത് എന്നാണ്. എങ്ങനെയാ ദിക്കോർത്ത്? എഴുതി തരുമ്പോ വൃത്തിയില്ലാതെ എഴുതേണ്ടി വരും. ദിക്കോർത്ത് എഴുതുന്ന എല്ലാവർക്കും തെറ്റിയിട്ടുണ്ടോ? ആരാ വരക്കുന്ന ആള്? ദിക്കോർത്ത് എഴുതാൻ അറിയില്ല എല്ലാവർക്കും? ഇത് എഴുതിയാ നിങ്ങൾ വരച്ചിട്ട് മറ്റേ ബന്ധാക്കേണ്ടി വരും. ദിക്കോർത്ത് കണ്ടോ? കാണുന്നില്ല മക്കളെ? നാളെ മുതൽ എഴുതിയിട്ട് തന്നെ നിങ്ങൾക്ക് ക്ലാസ് തരാം കേട്ടോ. ഞാൻ നേരത്തെ എഴുതി വെച്ചിട്ട് ദിക്കോർത്ത് എഴുതിയത് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിപ്പോ കാണുന്നില്ലേ? ദിക്കോർത്ത്. ഓക്കെ ഓക്കെ കറക്റ്റ്. എഡ്വിൻ എഴുതിയ കറക്റ്റ് ആണ് കേട്ടോ. ദിക്കോർത്ത് എന്ത് ചെയ്യണം? ഡി എഴുതി എ ചിന്നോട്ടിട്ട് ഇക്ക എഴുതിയിട്ട് ആ ചിന്നോട്ടിട്ട് എഴുതിയിട്ട് ഇത്ത എഴുതിയിട്ട് ചന്ദ്രക്കല ഇടണം. ഓക്കെ. അപ്പൊ പൂക്കാലം പോലെ വരുന്ന മറ്റു കാലങ്ങൾ ഏതൊക്കെയാ? എഴുതിയേ. ഫസ്റ്റ് വൺ പൂക്കാലം, മഞ്ഞുകാലം. കോമ ഇട്ടിട്ട് എഴുതണേ. പൂക്കാലം, മഞ്ഞുകാലം, പിന്നെന്താ? മഴക്കാലം, വസന്തകാലം, ശരത്കാലം. അത്ര എഴുതിയാ മതി. 3 എണ്ണം. എന്തേ ഏഞ്ചലേ? മഴക്കാലം, വേനൽക്കാലം. വേനൽക്കാലം ഏതായാലും മതി കാലം കേട്ടോ.
മഴക്കാലം, എന്താണ്? എനിക്ക് രണ്ടെണ്ണേ കിട്ടിയുള്ളൂ. ഇനി വസന്തകാലം എഴുതി. വസന്തകാലം എഴുതി. മഴക്കാലം, വേനൽക്കാലം, വസന്തകാലം എഴുതിയോ? നെക്സ്റ്റ് പിരിച്ചെഴുതുക. പിരിച്ചെഴുതാന്നുണ്ടെന്ന് കാടന്തി മേഘങ്ങൾ പോലെ. കാട് പ്ലസ് അന്തിമേഘങ്ങൾ പോലെ. നെക്സ്റ്റ് ചെയ്ത അടുത്ത താഴെ പിരിച്ചെഴുതുക എന്ന് ഹെഡിങ് എഴുതണേ. അതിന്റെ താഴെ കതിർക്കാമ്പ്. കതിർ പ്ലസ് കാമ്പ്. കതിർക്കാമ്പ്. അന്ന പറഞ്ഞോ അന്ന? എന്തേ അന്ന? ഹന്ന പറഞ്ഞോ? മ്യൂട്ട് അല്ലല്ലോ, പിന്നെന്താ കേൾക്കാത്ത സൗണ്ട്? മനസ്സിലായില്ല. ആർക്കാ മനസ്സിലാവാത്തേ? ഇതേതായാലും ക്വസ്റ്റ്യൻസ് എഴുതി തരുമ്പോ ഞാൻ ഒന്നുകൂടി എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ. ഇനി മനസ്സിലാവാത്തവർക്ക് വേണ്ടി. അപ്പൊ കതിർക്കാമ്പ് എന്താ? കതിർ പ്ലസ് കാമ്പ്. സന്തോഷമേറുന്നു. സന്തോഷം പ്ലസ് ഏറുന്നു. അതിന്റെ താഴെയിൽ ആളേറെയായി. ആൾ പ്ലസ് ഏറെയായി. ഓക്കെ. അപ്പൊ അതുകൂടി മിസ് അതിന്റെ കൂടെ സെൻഡ് ചെയ്ത് തരാം കേട്ടോ. നോട്ട് എഴുതുമ്പോ, ക്വസ്റ്റ്യൻസ് എഴുതുമ്പോ ഞാൻ അതുകൂടി സെൻഡ് ചെയ്ത് തരാം എഴുതിയിട്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, മനസ്സിലാവാത്തവരുണ്ട്. റുവൈസ് പറഞ്ഞു. റുവൈസേ, റുവൈസ് കയറാൻ ലേറ്റ് ആയി അല്ലേ ക്ലാസ്സിന്? റുവൈസ് പ്ലീസ്. റുവൈസ് കയറാൻ ലേറ്റ് ആയില്ലേ അല്ലേ? ഓക്കെ. വൈ? എന്തുകൊണ്ടാ ലേറ്റ് ആയത്? മിസ് കമ്പ്യൂട്ടർ അടിച്ചു നോക്കിയ ഒന്നും വരുന്നില്ല, ടി വി ഒന്നും വരുന്നില്ല. ഞാൻ പീടിയിൽ വന്നിട്ട് വന്നിട്ട് ഫോൺ വെച്ചിട്ട്. അപ്പൊ ക്ലാസ്സിന് നിർബന്ധമായും കയറണേ, ഏത് ക്ലാസ് ആയാലും കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ പിന്നെ അർത്ഥം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയാണ്. റിവൈസ് എഴുതിയിട്ടുണ്ടോ? ഓക്കെ. അപ്പൊ പര്യായ പദവും അർത്ഥവും അതിൽ തന്നെ ഉള്ളതാണ്. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചേർത്ത് എഴുതുക മുതൽ ഞാൻ നിങ്ങൾക്ക് നോട്ട് സെൻഡ് ചെയ്ത് തരാം. ഓക്കെ. കാരണം കുറെ കുട്ടികള് അപ്പൊ ചോദ്യം ഇനി നെക്സ്റ്റ് ഏതാ? ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താമെന്നാണ്. ഓ മിസ്സിന് ഞാനിത് മൂന്നാം പാഠം അയച്ചുതരാം. മിസ് ശരിയാണോ നോക്കുവോ? ആരാ ചോദിക്കണേ? ഏഞ്ചലാ? എന്റെ ഏഞ്ചലേ, അത് ആ ഓൺ ടൈമിൽ ചെയ്യണം. ഓക്കെ. ഇനി ഇന്ന് നീ പേഴ്സണലി സെൻഡ് ചെയ്ത കേട്ടോ. ഇനിയെങ്കിലും നിങ്ങളുടെ ഓൺ ടൈമില് ക്ലാസ് എന്ന് പറയുന്ന ദിവസം നിങ്ങൾ സെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ കേട്ടോ ഏഞ്ചല? ഇന്ന് നമുക്ക് പാഠം നീ സെൻഡ് ചെയ്ത കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് ഇനി ഇന്നത്തെ ചോദ്യം ഞാൻ ജസ്റ്റ് ഒന്ന് നമുക്ക് ചോദ്യം എങ്ങനെയാന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന നോക്കട്ടെ കേട്ടോ. അപ്പൊ ഫസ്റ്റ് വൺ എന്താ ക്വസ്റ്റ്യൻ? വായിച്ച ആരെങ്കിലും ഒരാള്? ഹന്ന വായിച്ചോ. പൂക്കാലം വന്നപ്പോൾ ഏതെല്ലാം പൂക്കളാണ് പൊട്ടി വിരിഞ്ഞത്? ഓക്കെ. ഏഞ്ചൽ വായിച്ചു. പൂക്കാലം വന്നപ്പോൾ ഏതെല്ലാം പൂക്കളാണ് പൊട്ടി വിരിഞ്ഞത് ഹന്ന? മ്യൂട്ടാണ്. അല്ല, മോള് അൺമ്യൂട്ടാണ്. സംസാരിച്ചോ? കേൾക്കുന്നില്ല. എന്ത് പറ്റി? എന്തോ ഒന്ന് ശരിയാക്കി നോക്കി. അവിടെ എന്തോ സൗണ്ട് ഇല്ല. നമുക്ക് കേൾക്കുന്നുണ്ടോ ആർക്കെങ്കിലും? ഗ്രേസേ, ഏതൊക്കെ പൂക്കളാണ് പൊട്ടിവിടുന്നത് പൂക്കാലം വന്നപ്പോൾ?
ഗ്രേസ്. ഗ്രേസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ. ഏതൊക്കെ പൂക്കളാണ് പൂക്കാലം വന്നപ്പോൾ പൊട്ടി വിരിഞ്ഞത്? ഗ്രേസേ അറിയില്ലേ? ഗ്രേസേ ഞാൻ ക്ലാസ് എടുക്കുന്ന ദിവസങ്ങളൊക്കെ പറഞ്ഞതാണ്. ഏതൊക്കെ പൂക്കളാണ് നയന? ആ മുല്ല, ഇലഞ്ഞി, തേന്മാവ്, അശോകം. ഓക്കെ. മുല്ല, ഇലഞ്ഞി, തേന്മാവ്, അശോകം ഈ പൂക്കളൊക്കെയാണ് പൂക്കാലം വന്നപ്പോൾ പൊട്ടി വിരിഞ്ഞത്. ഓക്കെ. നെക്സ്റ്റ് ഏതാ ചോദ്യം? അടുത്ത ചോദ്യം വായിച്ചേ എഡ്വിൻ. കോകിലങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉല്ലാസമേകിയത്? കോകിലങ്ങൾ എങ്ങനെയാണ് ഉല്ലാസമേകിയത്? എങ്ങനെയാ ഉല്ലാസമേകിയ അതിലെ? അതുൽ പ്ലീസ് അൺമ്യൂട്ട്. ഞാൻ വായിച്ചില്ല. പിന്നെ ആരാ വായിച്ചേ? കോകിലങ്ങൾ ഉല്ലാസമേകിയത് പുഷ്പ മേലെന്നും തെക്കുന്നും വീശുന്ന വായു ഉത്സാഹം. കോകിലങ്ങൾ പാടങ്ങൾ പൊന്നിൻ നിറം കൊണ്ടു. കോകിലങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉല്ലാസമേകിയത്? അതിന്റെ ഉത്തരം പറഞ്ഞേ എഡ്വിൻ. അതല്ല, സെക്കൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പറഞ്ഞത്. എന്താ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? കോകിലങ്ങൾ പാടങ്ങൾ പൊന്നിൻ നിറം കൊണ്ടു നീളെ പാടി പറന്നെത്തിയ തത്തയെല്ലാം. ഇപ്പൊ ഇതാരാ പറയുന്നേ? റിഹാന. കോകിലങ്ങൾ പാടങ്ങൾ പൊന്നിൻ രണ്ടാമത്തെ പാഠം അല്ല, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ എഡ്വിൻ. കോകിലങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉല്ലാസമേകിയത്? കോകിലങ്ങൾ പാടങ്ങൾ പൊന്നിൻ നിറം കൊണ്ടു നീളെ പാറി പറന്നെത്തിയ തത്തയെല്ലാം. അതൊന്നല്ല അതിന്റെ ആൻസർ. പിന്നെ കോകിലങ്ങൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉല്ലാസമേകിനി? നല്ല നാദത്തോടല്ലേ പുഷ്പഗന്ധം പരത്തി. അത് വായു. പുഷ്പഗന്ധം പരത്തിന് ആരാ? തെക്കുന്ന് വീശുന്ന വായു അല്ലേ? ഉല്ലാസം ഈ നീണ്ട കൂകുരവത്താലാണ് എല്ലാവർക്കും ഉല്ലാസമേകിനി. കോകിലങ്ങള് കുയിലുകൾ നല്ല പാട്ട് പാടിയിട്ടില്ല എല്ലാവർക്കും ഉല്ലാസമേകിനി. മനസ്സിലായിട്ടില്ലേ ആർക്കും? നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ക്വസ്റ്റ്യൻ എന്താ? അതെനിക്കറിയാം. പൊന്നിൻ നിറം. നിറമാണ് പൂണ്ടത്. പൊന്നിൻ നിറം. ഓക്കെ, പൊന്നിൻ നിറമാണ് പൂണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ജോസി, അടുത്ത ഏതാ ക്വസ്റ്റ്യൻ വായിച്ചേ? എങ്ങോട്ടാണ് പറന്നു പോകുന്നത്? തത്തകൾ കതിർക്കാമ്പ് കൊത്തിക്കൊണ്ട് എങ്ങോട്ടാണ് പറന്നു പോകുന്നത്? എങ്ങോട്ടാ ആദിത്യൻ? ദിക്കോർത്തു. അങ്ങനെ ഒന്ന് ശരിക്ക് പറഞ്ഞേ. തത്തകൾ അതിന്റെ കൂട്ടിലേക്കാണ് അല്ലേ കതിർക്കാമ്പ് കൊത്തിക്കൊണ്ട് പറന്നു പോയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. പോലെ കാട് ചോക്കാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കേ. അന്തിമേഘങ്ങൾ പോലെ കാട് ചോക്കാൻ കാരണമെന്ത്? എന്താ കാരണം? എന്താ വർണ്ണങ്ങൾ. എന്തുകൊണ്ടാണ് അന്തിമേഘങ്ങൾ പോലെ കാട് ചോർത്തത്?
വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. എന്തുകൊണ്ടാ അപ്പോഴേക്ക് ആ പാട്ടിലെ വരികൾ പറഞ്ഞാ മതിയോ? വായിക്കുന്നു വേലിക്ക് വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ. അങ്ങനെയല്ല പറയണ്ട. അപ്പൊ വസന്തകാലമായതുകൊണ്ട് അല്ലേ, പൂക്കാലമായതുകൊണ്ടാണ് എന്ത് ചെയ്തിന് അന്തിക മേഘങ്ങൾ പോലെ കാട് ചുവന്നത് അല്ലേ? പൂക്കാലായതുകൊണ്ടല്ലേ ചുവന്നിനെ. അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ 4ാമത്തെ പാഠം കംപ്ലീറ്റ് ആയി. ആർക്കൊക്കെ മനസ്സിലാവാതെ ഉണ്ട്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? എനിക്കൊരു ഡൗട്ട് ഇല്ല. 4th ലെസണിൽ എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ ആൻസർ സെൻഡ് ചെയ്ത് തരും. അതായത് പര്യായത്തിന്റെ താഴെ മുതലുള്ളത് ഞാൻ സെൻഡ് ചെയ്ത് തരാം. ചേർത്ത് എഴുതുക മുതല് ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരും നിങ്ങൾക്ക്. അപ്പൊ അതിന് ഇടയിൽ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? 4th ലെസണിൽ ഉണ്ടോ ജോസി? മിസ്, നമ്മള് പൂക്കാലം പോലെ വരുന്ന മറ്റു കാലങ്ങളെ ഓർമ്മിച്ചെഴുതാം. അത് ഞാൻ അതൊക്കെ നോട്ട്ബുക്കിലേക്ക് എഴുതണോ? അത് എഴുതണം. പൂക്കാലം പോലെ വരുന്ന മറ്റു കാലങ്ങൾ ഏതൊക്കെയാ? വസന്തകാലം, വേനൽക്കാലം, മഴക്കാലം അല്ലേ? അത് എഴുതണം കേട്ടോ. അപ്പൊ 4th ലെസൺ കംപ്ലീറ്റ് ആയി. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ ഇനി ആർക്കെങ്കിലും? നയന പറഞ്ഞോ. മിസ്സേ ഈ ലാസ്റ്റത്തേതില്ലേ, ഏറ്റവും ലാസ്റ്റത്തെ ഒരു വർക്ക്, അതെന്താ? അനുബന്ധ പ്രവർത്തനങ്ങൾ അല്ലേ? നിങ്ങളുടെ വീട്ടുമുറ്റത്തും തൊടിയിലും കാണുന്ന പൂക്കൾ ഏതെല്ലാമെന്ന് കണ്ടറിയുക. അവയുടെ പേരുകൾ എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. നിങ്ങളുടെ വീട്ടുമുറ്റത്തുള്ള എഴുതിക്കോ കേട്ടോ. അത് നല്ല പ്രവർത്തനമാണ്. അപ്പൊ എന്തായാലും നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലും കാണുന്ന പൂക്കൾ ഏതെല്ലാമാണെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യണം? അവിടെ പേരുകൾ എഴുതി ക്ലാസ്സിൽ നമുക്കിപ്പോ പറ്റില്ല, അതുകൊണ്ട് നിങ്ങൾ എഴുതി കൊണ്ടുവന്നോ, നമുക്ക് വായിക്കാം കേട്ടോ. രണ്ടാമത്തെ എന്താ? ഇവിടെ ചേർത്തിട്ടുള്ളത് പോലെ പൂക്കാലത്തെ പറ്റി മറ്റു കവികൾ എഴുതിയ ചില കവിതാഭാഗങ്ങൾ കുറിച്ചെടുക്കുക. അവ നന്നായി കുടുംബവേദികളിലും സുഹൃത്സദസ്സുകളിലും ചൊല്ലുക. നമ്മുടെ അടുത്തല്ല, കുടുംബവേദികളും സുഹൃത്സദസ്സുകളിൽ നിന്നാ പറഞ്ഞത് അല്ലേ? നമ്മുടെ ഫ്രണ്ടുക്കളെല്ലാം കൂടുന്ന സ്ഥലത്തും, പിന്നെ ഇവിടെ നമ്മുടെ കുടുംബവേദികളിൽ അല്ലെ, വീട്ടുകാരൊക്കെ കൂടുന്നിടത്തും ചൊല്ലുക. ഓക്കെ, റിഹാനെ എന്തൊക്കെയുണ്ട്? റിഹാൻ എന്തോ എഴുതി കഴിഞ്ഞോ? എന്താ റിഹാനെ എഴുതിയോ? അൺമ്യൂട്ട് ചെയ്യാൻ പോലെ ആർക്കാ മ്യൂട്ടാക്കാൻ പറ്റാത്ത? ഹന്ന റോസിന്. ഹന്ന റോസ് അൺമ്യൂട്ട് ആണ്. ഹന്ന റോസേ, നീ അൺമ്യൂട്ട് ആണ്, പക്ഷെ നീ സംസാരിക്കുന്ന നമുക്ക് കേൾക്കുന്നില്ല. അത്രേ ഉള്ളൂ. ഇതുണ്ടോ? ആവുന്നുണ്ടോ ഇപ്പോ? ഓക്കെ, എനക്ക് ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ പറയാൻ? റുവൈസെ ടെക്സ്റ്റ് നല്ലപോലെ വായിക്കണം. റുവൈസെ കേട്ടോ. പോയോ? രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഒക്കെ പറഞ്ഞോ. ആരാ ചോദിക്കുന്നേ? ഞാന് പറഞ്ഞാരാ? ഷിസയാ? റിഹാൻ മേഡം. റിഹാൻ. റിഹാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പൊ എഴുതണ്ട കേട്ടോ, ഞാൻ എഴുതി സെൻഡ് ചെയ്ത് തരാം. നിങ്ങൾ എഴുതി തെറ്റിക്കല്ലേ റിഹാനെ. ഇവർക്കൊന്ന് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ കേട്ടോ? ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ സ്വന്തം എഴുതണ്ട, എന്തായാലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ റിഹാനെ. റിഹാൻ പോയോ? അപ്പോ പാഠം കംപ്ലീറ്റ് ആയി. ഇന്ന് ഈ കഴിഞ്ഞ ക്ലാസ്സിലെ പാട്ട് പാടാത്ത എത്ര പേരുണ്ട് ഇപ്പൊ ഈ ക്ലാസ്സില്? എല്ലാരും ഈ പാട്ട് പാടിയോ? നയന. ഓക്കെ, നയന പാടിക്കോ.
നാലാമത്തെ ലെസൺ. പൂക്കുന്നിടാമുള്ള പൂക്കുന്നിലങ്ങി പൂക്കുന്നു തേന്മാവ് പൂക്കുന്നു അശോകം വാൽക്കുന്നു വേലിക്കു വർണ്ണങ്ങൾ പൂവാൽ ചോക്കുന്നു കാടന്തി മേഘങ്ങൾ പോലെ എല്ലായിടവും പുഷ്പഗന്ധം പരത്തി മേലെന്നും തെക്കുന്നും വീശുന്നു വായു ഉത്സവമീ നീണ്ട പൂക്കുഴവത്ത ലേലവർക്കും മേഘത്തെ എല്ലാവർക്കും കോകിലങ്ങൾ മേകുന്നിതേ കോകിലങ്ങൾ. എല്ലാവർക്കും ഏകുന്നു കോകിലങ്ങൾ പാടങ്ങൾ പൊന്നിൻ നിറം കൊണ്ടു നീളെ പാടിപ്പറന്നെത്തി തത്തയെല്ലാം കേടറ്റ നെല്ലിൻ കതിർക്കാമ്പ് കൊത്തി കുടർന്നു ദിക്കോർത്ത് പോകുന്നു വാനിൽ ചന്ദൻ ധരക്കേറെയായി തിരക്കേറെയായി ശീതവും പോയന്തിക്ക് പൂങ്കാവിലാളേറെയായി സന്തോഷമേറുന്നു പൂങ്കാവനത്തിൽ പൊന്തുന്നു വാദ്യങ്ങൾ നാഗത്തിനോമനെ പിന്നെ നിന്നെ വിട്ടി ലോകത്തിനാനന്ദമേകുന്നിതീശൻ ഈശൻ ഈ കൊല്ലം നിന്റെ കൊല്ലമീ നിന്റെ പാദം തൊഴാം ഞാൻ. പോകല്ലേ പൂക്കാലമേനി പുഷ്പവാടി എൻ കുമാരനാശാൻ. ഓക്കെ മുഹമ്മദ് കെ എന്താ പറയാനുള്ളത്? അൺമ്യൂട്ട് ചെയ്തോ. നെക്സ്റ്റ് കന്നൊക്കെ ആവുന്നില്ലല്ലോ അൺമ്യൂട്ട് ചെയ്യാൻ. അപ്പൊ ഇനി ആര്? ആക്മയല്ലേ പാടാതെ ഉള്ളത്? നമ്മുടെ സമയം കഴിഞ്ഞു. ആക്മയ പാട്ട് പാടാൻ പഠിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ലേ? ടെക്സ്റ്റ് വായിച്ചോണേ ഇനിയേ. ഷിസയും ഷഹബാസും പറയുന്നുണ്ടായിരുന്നു. ഷിസ എന്തിനാ അൺമ്യൂട്ട് ചെയ്യുന്നേ? ഇത് അൺമ്യൂട്ട് ചെയ്. സമയം കഴിഞ്ഞില്ലേ? സമയം കഴിഞ്ഞു. മുഹമ്മദേ എന്താ പറയാനല്ലേ? അൺമ്യൂട്ട് ചെയ്യോ ചോദിക്കുന്നുണ്ടായിരുന്നു. അതാ ചോദിക്കാൻ കാരണം. മിസ് പ്ലീസ് അൺമ്യൂട്ട് എന്ന് പറയുന്നത്. ഞാൻ ആകെ ഒരിക്കൽ പറഞ്ഞിട്ടു. അതന്നെ. എന്താണ്? എന്തിനാ? മുഹമ്മദേ വീഡിയോ ഓൺ ചെയ്യുമോനെ. ക്ലാസ്സിന് ടൈം കഴിയാറായി. എന്തെങ്കിലും ചോദിക്കാണ്ടേ വേഗം ചോദിച്ചോ. ആൻസർ തരാ. ഇന്ന് തന്നെ പറ്റുമെങ്കിൽ തരാ, അല്ലെങ്കിൽ നാളെ തരാ. ഓക്കെ എഴുതണത്രേ. കാരണം ഇന്ന് എന്റെ ക്ലാസ് ആയിരുന്നില്ലല്ലോ. പ്രതീക്ഷിക്കാതെ ഇന്നൊരു ക്ലാസ് കിട്ടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞോ. മിസ്സേ മിസ്സിന്റെ